Hi friends, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ജനങ്ങളും സെലിബ്രിറ്റീസും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂൺ ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു കാർട്ടൂൺ ഫോട്ടോ എഡിറ്റിങ്ങിനായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ടൂൺ ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കാൻ പോകുന്നത്. ടൂൺ ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ടൂൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണുന്ന ഫോട്ടോസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് താഴെ ഓക്കെ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കിവിടെ 4-5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോട്ടോയെ കാർട്ടൂൺ രൂപത്തിലേക്ക് ആക്കിയിട്ട് അടിപൊളിയായിട്ട് വരച്ചിട്ട് ആപ്ലിക്കേഷൻ തരുന്നതായിരിക്കും. ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക, ബാക്ക് പോവുക. ഓക്കെ, അപ്പോൾ കാർട്ടൂൺ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബ്ലാക്കോ വൈറ്റോ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ റബ്ബറിൻ്റെ ഓപ്ഷൻ കാണാം, അപ്ലൈയുടെ തൊട്ടടുത്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള ഷർട്ട് ചങ്ക് ഒക്കെ നമ്മൾ ഇതേപോലെ ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ നല്ല രീതിയിൽ ഇറേസ് ചെയ്യുക. താഴ്ഭാഗം ഇറേസ് ചെയ്ത ശേഷം ചങ്കിൻ്റെ അടുത്തുള്ള ഭാഗം സൂം ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇറേസ് ചെയ്തിട്ട് കളയാൻ പറ്റും. ഇതേപോലെ സൂം ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ താഴെ തിക്നെസ്സും ബ്ലറും ഒക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് വേണ്ട രീതിയിൽ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബ്ലറും അതേപോലെ ബ്ലർ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തല മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇറേസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തിക്നെസ് കുറച്ചുകൂടി കൂട്ടിയിട്ട് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കളയാം. ഓക്കെ, ഇപ്പോൾ മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു തല മാത്രം ബാക്കിയായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിൽ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് സൈഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെ റൈറ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയൊരു തീം കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറേസ് ചെയ്തിട്ട് വെച്ച ആ ഒരു ഹെഡ് ഇതിന് മുകളിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് ഇറേസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് വീണ്ടും നമുക്ക് തിക്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാം. തല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് വെക്കാം. നമുക്ക് ഇതേപോലെ പിൻ ചെയ്തിട്ട് വലുതും ചെറുതും ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയയിൽ വെക്കാം. നിങ്ങൾക്ക് വലുതാണ് ഇഷ്ടമെങ്കിൽ വലുത് വെക്കുക. വലിയ തല കുറച്ച് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കാണാൻ രസമുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേപോലെ ക്രോപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വാട്ടർമാർക്ക് വരുന്നതായിരിക്കും ടൂൺ ആപ്പിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ 1, 2, 3 എന്ന് കാണാം, ഒരുപാട് ഓപ്ഷൻസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് വേറെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. 3 ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു തീമാണ് ലഭിച്ചത്. നമുക്ക് അതിലേക്ക് ഹെഡ് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 4, 5, 6 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിലും ഓരോ തീംസ് നമുക്ക് ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹെഡ് അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഓരോ തീമും സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തല വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തീമാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഒരുപാടുണ്ട്, 20 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് തീംസ് ഉണ്ട്. അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് വരുന്നതായിരിക്കും ടൂൺ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നല്ല രീതിയിൽ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. താങ്ക് യു.